യഥാർത്ഥത്തിൽ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതമാണോ അതോ അടയാളമാണോ? അതുകൊണ്ട് തന്നെ അതിനെ പരിശുദ്ധ കുർബാനയായി ആ തിരുവോസ്തിയിലെ ഈശോയുടെ സാന്നിധ്യത്തെ നമ്മൾ ആരാധിക്കും. അത് ഭാവിയിൽ തീർത്ഥാടന കേന്ദ്രമായി മാറുമോ, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമുക്കാർക്കും ഇപ്പോഴറിഞ്ഞുകൂടും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു കലവറയാണല്ലോ തിരുസഭ. 2013 നവംബർ 15 ഇന്ത്യയിലെ തന്നെ ആദ്യ ദിവ്യകാരുണ്യ അടയാളം പ്രത്യക്ഷമായി. കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്, ഇന്ത്യയിലെ വിശ്വാസ സമൂഹത്തിന് ആഹ്ലാദിക്കാം. ഇത് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയോടുള്ള വണക്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളം കൂടിയാണ് വിളക്കന്നൂരിൽ നടന്ന ദിവ്യകാരുണ്യ അടയാളം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. വിളക്കന്നൂരിൽ നടന്ന ദിവ്യകാരുണ്യ അടയാളത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഒരു ദിവ്യകാരുണ്യ അടയാളം സ്ഥിരീകരിക്കുന്നത് എന്നും നമ്മോട് ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് പങ്കുവയ്ക്കുന്നു. പിതാവെ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവെ, 12 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് വിളക്കന്നൂരിലെ ആ ദിവ്യകാരുണ്യ അടയാളം സ്ഥിരീകരിക്കുന്നത്. അന്നത്തെ ആ വൈദികനായ ബഹുമാനപ്പെട്ട പതിക്കലച്ചൻ തന്നെ പറയുകയുണ്ടായി, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ ഈ ഒരു സ്ഥിരീകരണം വത്തിക്കാനിൽ നിന്നുണ്ടായത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണെന്ന്. എന്തുകൊണ്ടായിരിക്കാം പിതാവേ ഇതൊരു ദിവ്യകാരുണ്യ അടയാളമാണോ അതോ അത്ഭുതമാണോ എന്ന് നമുക്ക് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതമാണോ അതോ അടയാളമാണോ? വിളക്കന്നൂരിലേത് തീർച്ചയായും ദിവ്യകാരുണ്യത്തിൻ്റെ ഒരടയാളമാണ്. എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിലെ യഥാർത്ഥ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓരോ പരിശുദ്ധ കുർബാനയിലും വൈദികൻ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം സമർപ്പിച്ച അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. ഇതാണ് എല്ലാ ദിനവും സംഭവിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം. അതിനേക്കാളും വലിയൊരു അത്ഭുതം തിരുസഭയിൽ സംഭവിക്കാനില്ല എന്നുള്ളതാണ് സത്യം. ആ ദിവ്യകാരുണ്യത്തിൻ്റെ യഥാർത്ഥ അത്ഭുതത്തെ നമുക്ക് ബോധ്യമാക്കി തരാൻ ദൈവം ചില സന്ദർഭങ്ങളിൽ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ലാഞ്ചിയാനോയിൽ പ്രസിദ്ധമായ ദിവ്യകാരുണ്യ അത്ഭുതമായി നമ്മൾ കരുതുന്നത് ഒരടയാളമാണ്. ആ അടയാളത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ പരിശുദ്ധ കുർബാനയിൽ സത്യമായും വ്യക്തിപരമായും പൂർണ്ണമായും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സന്നിഹിതനാണ് എന്ന വസ്തുത. അതുകൊണ്ട് തന്നെ വിളക്കന്നൂരിലെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം ദൃശ്യമായ ആ അടയാളത്തെക്കുറിച്ച് സവിശേഷമായ പഠനങ്ങൾ, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ എല്ലാം നടത്തിയ ശേഷം റോമിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ കാര്യാലയം പറയുന്നു, ഈ വിളക്കന്നൂരിൽ നടന്ന അല്ലെങ്കിൽ ദൃശ്യമായ ഈ അടയാളത്തിൽ സത്യവിശ്വാസത്തെ പോഷിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അതിൽ വിശ്വാസവിരുദ്ധമായതൊന്നുമില്ല എന്നും ഇതിനെ പരസ്യമായി ആരാധിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് റോം നടത്തുന്ന ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ ഒരു അനുവാദവുമായിട്ട് വേണം ഈ വിളക്കന്നൂരിലെ അനുവാദത്തെ നമ്മൾ മനസ്സിലാക്കാൻ. പിതാവ്, 12 വർഷം ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ പൊന്തിഫിക്കൽ സീക്രസി, ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഏതൊക്കെ ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി ഇനി വെളിപ്പെടുത്താമെന്ന് തോന്നുന്നു? എങ്ങനെയായിരിക്കും അത്? പൊന്തിഫിക്കൽ സീക്രട്ടുകൾ എപ്പോഴും പൊന്തിഫിക്കൽ സീക്രട്ട് തന്നെയായിരിക്കും. പക്ഷേ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ നാൾവഴികളെ കുറിച്ച് പറഞ്ഞാൽ, ആദ്യം ഈ സംഭവം നടന്ന ഉടനെ അന്നത്തെ അതിരൂപത അധ്യക്ഷനായ അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവ് ഇതേക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിനുവേണ്ടി പരിശുദ്ധ കുർബാന ബിഷപ്സ് ഹൗസിലേക്ക് സംവഹിക്കുകയുണ്ടായി. തുടർന്ന് വിശുദ്ധ കുർബാന ഇവിടെ മെത്രാസന മന്ദിരത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് വർഷങ്ങളോളം. അതിനുശേഷം പിന്നീട് സിറോ മലബാർ സഭയുടെ ഡോക്ട്രൈനൽ കമ്മീഷനെ ഈ വിഷയം പഠിക്കാനായി അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിയോഗിക്കുകയുണ്ടായി.
അന്നത്തെ ഡോക്ട്രിനൽ കമ്മീഷന്റെ ചെയർമാൻ പാലാ രൂപതാധ്യക്ഷനായ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. പിതാവിൻ്റെ നേതൃത്വത്തിൽ ദൈവശാസ്ത്രജ്ഞരുടെ ഒരു വിദഗ്ധ സമിതി ഇതേക്കുറിച്ച് പഠിക്കുകയും ഇതിൽ ദൈവീകമായത് എന്തോ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നവർ വിലയിരുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വീണ്ടും ഇത് പഠനങ്ങൾക്ക് വേണ്ടി റോമിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി റോമിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഏതാനും വർഷങ്ങൾ വിവിധ പരീക്ഷണങ്ങളും നടപടികളും അവർ ഈ പരിശുദ്ധ കുർബാന ഉപയോഗിച്ചുകൊണ്ട് റോമിൽ നടത്തുകയുണ്ടായി. അതേ തുടർന്ന് വീണ്ടും അവർ അത് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ഏതാനും സുപ്രധാനമായ പരീക്ഷണങ്ങൾ പഠനങ്ങൾ നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. 2-3 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ അത് ചെയ്യുന്നതിനുള്ള സജ്ജമായ ലാബുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് സമയബന്ധിതമായി ചെയ്തു തീർക്കാനും അവയുടെ റിസൾട്ട് തികച്ചും രഹസ്യാത്മകമായി റോമിലേക്ക് കൈമാറാനും സാധിച്ചു. ആ പഠനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ വീണ്ടും ദൈവശാസ്ത്ര കമ്മീഷനെ നിയോഗിച്ച് ആ പഠനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇതേക്കുറിച്ച് ആധികാരികമായ ഒരു വിലയിരുത്തൽ നൽകാൻ റോം ആവശ്യപ്പെടുകയുണ്ടായി. അതും ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയുണ്ടായി. തുടർന്നാണ് റോമിൽ നിന്ന് ഇപ്രകാരം ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിതാവെ, 2013 ഈ ഒരു അത്ഭുതം നടക്കുന്നത്. അന്ന് പിതാവ് ഒരു പ്രമുഖ തിയോളജിയനും കൂടിയാണ്. കേരളത്തിൽ തന്നെ പിതാവ് ആയിരുന്ന സമയമല്ല, ഒരു വൈദികനായിരുന്നു. ആ ഒരു സമയത്ത് ആദ്യമായിട്ട് പിതാവാണ് ഈ ഒരു ദിവ്യകാരുണ്യ അടയാളത്തെ ഈ ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നേതൃത്വം കൊടുത്ത ആൾ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിൽ പിതാവിന് ഇതൊരു ദിവ്യകാരുണ്യ അടയാളമാണ്, ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് എന്ന് വിശ്വസിക്കുന്നത്. ആദ്യമായത് കണ്ടപ്പോൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായയാണ് പരിശുദ്ധ കുർബാനയിൽ പതിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് പ്രത്യേകമായ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ദർശനമായിരുന്നു അത്. തുടർന്ന് അതേക്കുറിച്ച് ആധികാരികമായി പറയേണ്ട ആളുകൾ നമ്മളല്ലാത്തതുകൊണ്ട് അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു കമൻറ്റുകളും ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലായിരുന്നു. മറിച്ച് അതേക്കുറിച്ചുള്ള പഠനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് തികച്ചും രഹസ്യ സ്വഭാവത്തിൽ ഉന്നതാധികാരികൾക്ക് സമർപ്പിക്കാൻ മാത്രമായിരുന്നു ഞങ്ങൾക്കുള്ള നിയോഗം. മെയ് 31 വത്തിക്കാനിൽ നിന്നുള്ള സ്ഥാനപതി ദിവ്യകാരുണ്യ അടയാളം വിളക്കന്നൂര് സ്ഥാപിക്കും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും എങ്ങനെയായിരിക്കാം, ഇതൊരു തീർത്ഥാടന ദേവാലയമായി മാറ്റുമോ, തലശ്ശേരി അതിരൂപതയുടെ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയായിരിക്കും മുന്നോട്ടുള്ളത്? ഈ മാസം 31 ഈ തിരുമുഖത്തിൻ്റെ ഛായ പതിഞ്ഞ പരിശുദ്ധ കുർബാന വിളക്കന്നൂരിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളത് സത്യമാണ്. അത് ചെയ്യുന്നത് വത്തിക്കാനിൽ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി നമ്മുടെ രാജ്യത്തുള്ള ആർച്ച് ബിഷപ്പ് ലയോപോൾദോ ജിറേലി പിതാവാണ്. പിതാവ് വളരെ ഉദാരതയോടെ ആ ഒരു കർമ്മം നിർവഹിക്കാമെന്ന് സമ്മതിക്കുകയും നമ്മുടെ അതിരൂപതയിൽ വിളക്കന്നൂർ ഇടവക സന്ദർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ്. ഇപ്രകാരം അഭിവന്യ ജിറേലി പിതാവ് വരുമ്പോൾ അതവിടെ പ്രതിഷ്ഠിക്കുന്നു. അതേ തുടർന്ന് ആ പ്രതിഷ്ഠിച്ച പരിശുദ്ധ കുർബാനയായി കരുതി ആരാധിക്കാൻ നമുക്ക് അനുവാദമുണ്ട് എന്നാണ് വത്തിക്കാനിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് അപ്രകാരം തിരുമുഖഛായ പതിഞ്ഞ പരിശുദ്ധ കുർബാന പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴും അതിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതിപ്പോഴും ഭക്ഷ്യയോഗ്യമായ അവസ്ഥയിൽ തന്നെയാണ് നീണ്ട 12 കൊല്ലങ്ങൾക്ക് ശേഷവും ആ പരിശുദ്ധ കുർബാന ഇരിക്കുന്നത് എന്നുള്ളതിനാൽ പരിശുദ്ധ കുർബാനയായി തന്നെ ആ തിരുവോസ്തിയെ ആരാധിക്കാനാണ് റോമിൽ നിന്ന് നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പരിശുദ്ധ കുർബാനയായി ആ തിരുവോസ്തിയിലെ ഈശോയുടെ സാന്നിധ്യത്തെ നമ്മൾ ആരാധിക്കും.
അത് ഭാവിയിൽ തീർത്ഥാടന കേന്ദ്രമായി മാറുമോ, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമുക്കാർക്കും ഇപ്പോഴറിഞ്ഞുകൂടാ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ബാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വളർന്നു വരും എന്നാണ് ഞാൻ വിചാരിക്കുക. ദൈവം അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ലോകത്തിനെ വെളിപ്പെടുത്താനും സന്ദേശങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ആ രീതിയിൽ അതിനെ വളർത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രവും ദൈവീക വെളിപാടുകളുടെ അനുബന്ധ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നൊരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്. വിളക്കന്നൂരിലെ ദിവികാരുണ്യ അടയാളത്തെക്കുറിച്ച് വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്ന തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പലാനി പിതാവിന് ഷെക്കീന പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു പിതാവ്. താങ്ക് യു.